നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. അടുത്ത നിമിഷം ജെസിയുടെ വലിയ വായിലുള്ള നിലവിളി അവിടെ ഉയർന്നു. അവരുടെ കാർച്ച കണ്ണ് ഞെട്ടിയ വീണ് നോക്കിയപ്പോഴാണ് അത് കണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ വായിലിരിക്കുവാണ് ജെസിയുടെ ചൂണ്ടുവിരൽ. വിനുവിന്റെ നേരെ ചൂണ്ടി അവരുടെ വിരലിൽ കയറി ആഞ്ഞു കടിച്ചതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. ആ അയ്യോ എന്റെ കായ്! കുഞ്ഞിപ്പെണ്ണിന്റെ കാടി കൊണ്ട് ജെസി കായ് കുടഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിച്ചു പോയി. എന്റെ മാമയ്ക്ക് വായിക്ക് പയഞ്ഞു. കുഞ്ഞിക്കവളുകൾ വീർപ്പിച്ച് ചുവന്നു കയറിയ മുഖത്തോടെ കുഞ്ഞിപ്പെണ്ണ് ജെസിക്ക് നിരലറി. അത് കേട്ട ബിനുവിന് ചിരി പൊട്ടി. ജെസി തന്നെ കൈയൊന്ന് നോക്കി. വട്ടത്തിൽ ചുവന്ന് കിടക്കുവാണ് കുഞ്ഞിപ്പെണ്ണിന്റെ പല്ലിന്റെ പാട്. 4 പല്ലുകൊണ്ട് അവളൊരു അച്ഛ പോലെ കൊടുത്തിട്ടുണ്ട് ആ വിരലില്. കുട്ടി പിശാചേ, നിനക്ക് ഞാൻ കാണിച്ചു തരാടി, നീ നോക്കിക്കോ. അരിശത്തോടെ അവർ കുഞ്ഞിന് നേരെ ചെന്നതും ഞാൻ ഇനിയും കാച്ചു നീഞ്ഞേ എന്നും പറഞ്ഞ് ജെസിക്ക് നേരെ കല്ലിച്ചുകൊണ്ട് വിനുവിന്റെ കയ്യിൽ നിന്ന് ചാടി നിന്ന് കുഞ്ഞിപ്പെണ്ണ്. അവൻ ചിരിയോടെ അവൾ അടക്കി പിടിച്ചു. ജെസി ഒന്ന് പീടിച്ച് പിറകിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് പോയി. തന്റെ കൈവിരലിന്റെ അവസ്ഥ നോക്കി ചുവന്ന് തുറിച്ച് കിടപ്പുണ്ട് ചൂണ്ടുവിരല്. ചാടി നിൽക്കുവാണ് കുഞ്ഞ്. അവളോട് ഇപ്പം മുട്ടാൻ ചെല്ലുന്ന ഡേഞ്ചറാണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. വിനുവിനെയും കുഞ്ഞിനെയും ദേഷ്യത്തിലൊന്ന് നോക്കി പറഞ്ഞിട്ട് ചവിട്ടി തുള്ളി തിരിഞ്ഞു പോയി ജെസി. ഏടി ചട്ടമ്പി, നീ കലക്കലെന്നെ മുത്തേ. ഈ കുഞ്ഞു 10 പല്ലിന് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? വിനു കുഞ്ഞിപ്പെണ്ണിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനേ എന്റെ പാപ്പേപ്പൽ ഷോങ്ങ, ആര് വായക്കുഞ്ഞ പറഞ്ഞാലും മേനിട്ട് ചൂപ്പാക്കും. തന്റെ കുഞ്ഞു വലം കൈ മുഷ്ടി ചുരുട്ടി കാണിച്ച് ചുണ്ടൊക്കെ മടക്കി ഗൗരവത്തോടെ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതും അതെനിക്ക് അറിയാടി പെണ്ണെ, നീയാ കടുവയുടെ ചോര. ചിരിയോടെ അവളുടെ ഉണ്ടക്കവളിൽ ആഞ്ഞുമുത്തി അവൻ പറഞ്ഞതും കുഞ്ഞവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. മാമച്ചിയുടെ മോള് വാ, നമുക്ക് നിന്റെ ഡെറ്റോൾട്ടൊന്ന് കഴുകാം. കുഞ്ഞിയെ എടുത്ത് കറക്കി തോളിലിട്ട് വിനു പറഞ്ഞതും പെണ്ണ് പൊട്ടിച്ചിരിച്ചു. ആൽഫി തന്റെ ക്യാബിലേക്ക് കയറി ചെന്നതും കാണുന്നത് തലക്ക് കൈ കൊടുത്ത് അവിടെ ഇരിക്കുന്ന ശിവിയാണ്. എന്തു പറ്റിയടാ? അവനെ തോളിലൊന്ന് തട്ടി അകത്തേക്ക് വന്നു ആൽഫി. ഏയ് ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ശിവ ഒന്ന് നേരെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ കാണെ ഇന്നലെ ഉറങ്ങിയില്ലെന്ന പോലെ തോന്നി ആൽഫിക്ക്. നീയിൽ നിന്നും രാവിലെ ശിവയും മനുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ കാര്യം അറിഞ്ഞത് കൊണ്ട് ശിവയുടെ ഇപ്പോഴത്തെ മൈൻഡ് എന്താണെന്ന് ആൽഫി ഊഹിച്ചു. അല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചോ? ലിയോന്റെ ആക്സിഡന്റ്, അതിനെപ്പറ്റി? പെട്ടെന്ന് ശിവയുടെ മൈൻഡ് മാറ്റാനായി ആൽഫി ചോദിച്ചു. അതിനെപ്പറ്റി ഞാൻ ഇന്നലെ തിരക്കിയിടാ. അല്ല, പെട്ടെന്നെന്താ നീ ഇങ്ങനെയൊന്ന് അന്വേഷിക്കുന്നേ? എനി ഡൗട്ട്സ്? അതെ, അതൊന്ന് പൂർണ്ണമാക്കണം. അതിനാ നിന്നോട് അതിനെപ്പറ്റി ഡീറ്റെയിലിൽ തിരക്കാൻ പറഞ്ഞു. എന്നാ ശരി, അന്വേഷിക്കാം. വെറുതെ നീ ഒന്നും പറയില്ലല്ലോ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവ നേരത്തും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും അല്ലടാ, സാറമ്മയുടെ കാര്യം നീ എങ്ങനെയാ? സാറമ്മയെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? പെട്ടെന്ന് തിരിഞ്ഞവൻ ചോദിച്ചു. വേണം, ഉടനെ തന്നെ സാറമ്മ വീട്ടിലേക്ക് വരും. പറ്റിയ നാളെ തന്നെ. അതിനുള്ളൊരു കൊച്ചു പടക്കം ഇന്ന് കുരിശുമരുത്ത് പൊട്ടും. അത് നല്ല ചൂടായിട്ട് വീട്ടിലിട്ട് പോയിട്ടുണ്ട്. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും ശിവക്ക് കാര്യം കത്തി. ആയിക്കോട്ടെ മോനെ. ഷോ തലയാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ശിവ പുറത്തേക്ക് പോയി. ശിവ പോയതും തന്റെ മുന്നിലെ കമ്പ്യൂട്ടറിൽ വീടിന്റെ മെയിൻ ഗേറ്റിൽ CCTV കണക്ട് ചെയ്ത് നോക്കി. ഫ്രണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്ന അവരുടെ കാറ് കണ്ടതും അവന്റെ മുഖത്ത് ചിരി മാഞ്ഞു. കണ്ണുകൾ ദേഷ്യത്തോടെ കൂർത്തു. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചൊരുക്കി കഴിഞ്ഞതും പെണ്ണിനെ വിനു വന്ന് എടുത്തുകൊണ്ട് പോയി. അവൾ നേരെ താഴെ അടുക്കളയിലേക്ക് ചെന്നു. അവളെ ക്ലാര ഉണ്ടായിരുന്നു. ഉച്ചത്തേക്ക് എന്നതാ ചേട്ടത്തി ഉണ്ടാക്കുന്നേ? ചിക്കൻ ഉണ്ട്, നല്ല വലിയ ചൂരമീനുണ്ട് കുഞ്ഞേ. എന്തെന്ന് വെച്ചാ വെക്കാം. എന്നൊരു കാര്യം ചെയ്യാം, മീൻകറി മുളക് അരച്ച് വെച്ചിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം. വിനുവിനും കുറുമ്പിക്കും അത് ഭയങ്കര ഇഷ്ടം. കൂട്ടത്തിൽ പരിപ്പ് ചാറും ഒരു തോരനും കൂടി വെക്കാം. എന്നാൽ അങ്ങനെ മതി കുഞ്ഞ്, മോള് പോക്കോ, ഞാൻ ചെയ്തോളാം അതൊക്കെ. ഞാനും കൂടാൻ ചേട്ടത്തി. ചിരിയോടെ പറഞ്ഞുകൊണ്ട് കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുക്കാൻ തുടങ്ങി നീ. ക്ലാര ചേട്ടത്തി, മോളെ കണ്ടോ? പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അനു വന്നു. അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ക്ലാരക്കൊപ്പം നിൽക്കുന്ന നീയെ അവള് കണ്ട്. ഇല്ല അനുക്കുട്ടി, മോളെ ഞാൻ കണ്ടില്ല. ക്ലാര പറഞ്ഞത് കേട്ടതും അനുവിന്റെ നോട്ടം നീയിലേക്ക് പോയി. കറിക്കുള്ള പച്ചക്കറി എരിവാണ് അവള്. അനുവിന് അവളോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയൊന്നും മടിച്ച അവൾ നിന്നു. അനു മുന്നിൽ നിന്നും തത്തി കളിക്കുന്നത് നീക്ക് മനസ്സിലായി. ചേട്ടത്തി, മോള് വിനുവിനോടൊപ്പം പുറത്ത് ഗാർഡനിലേക്ക് ഇറങ്ങി. അവള് ചേട്ടത്തിയോടെന്ന പോലെ പറഞ്ഞു. അത് കേൾക്കാൻ അനുവിന്റെ മുഖം ഒന്ന് വിടുന്നു. മോള് കഴിച്ചോ ചേട്ടത്തി?
അനു വീണ്ടും പൊളിക്കണ്ടിട്ട് നീയെ നോക്കി ക്ലാരയോട് ചോദിച്ചു. ചേട്ടത്തി, കുഞ്ഞി ആഹാരമൊക്കെ കഴിച്ചിട്ടാ പോയി. അവൾക്ക് ഞാൻ ദോശ ഒഴിച്ച് കൊടുത്തു പറഞ്ഞേക്ക്. മുഖത്ത് കുറച്ച് ഗൗരവം വരുത്തി നീയെ ചേട്ടത്തിയെ നോക്കി പറഞ്ഞു. അപ്പോഴും അവളുടെ ഇടങ്ങളിലൊരു നോട്ടം അനുവിലേക്കും പാളിപ്പോയിരുന്നു. അനുവിൻ്റെയും നീയുടെയും ഈ കളി കണ്ട് ക്ലാരയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്നാണ് മുറ്റത്തൊരു കാറ് വന്ന ശബ്ദം കേട്ടത്. ഇതാരപ്പാ എന്നോർത്തുകൊണ്ട് അനു വെളിയിലേക്ക് പോയി. ഹാളിൽ നിന്ന് ഓഫീസ് ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എബ്രഹാം. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട അയാളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. നെൽകടി അവിടെ, എന്ത് ധൈര്യത്തിലാണ് പൊന്ന പുന്നാറമോളോ നീ ഈ വീട്ടിലേക്ക് കയറി വരുന്നേ? മുന്നിൽ നിൽക്കുന്നവളെ നോക്കി എബ്രഹാം അലറി. എന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക് വരാനേ എനിക്ക് എന്നാ ധൈര്യം വേണ്ട ദിശായ? ഇത് എന്റെ ഭർത്താവിന്റെ വീടല്ലേ. അപ്പൊ ഈ സൂസിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് കയറി വരാം. അതിനാരും അനുവാദം വാങ്ങണമെന്നില്ല. എബ്രഹാമിനെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് സൂസി ഹാളിലേക്ക് കയറി. അയാൾ മുന്നിലേക്ക് ചെന്ന് നിന്നു. സൂസി വന്നെന്ന് മനസ്സിലായ ജെസി സന്തോഷത്തോടെ മുറിയിൽ നിന്ന് ഓടി വന്ന് ഹാളിലെ തൂണിൽ മറഞ്ഞു നിന്ന് അവരെ നോക്കി. സൂസിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും അവരാണ്. ഭർത്താവ്, ആ വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയോടി? വെറുതെ എന്നെ കൊണ്ട് പഴയ കഥകളൊന്നും പറയിപ്പിക്കാൻ നിൽക്കാതെ ഇറങ്ങി പോ സൂസി ഇവിടുന്ന്. എബ്രഹാം വീരോട് അവൾക്ക് നേരെ അലറി. അയ്യോ, ഇങ്ങനെ കിടന്ന് അലറി ലഭിച്ച നാട്ടിലെ തലന്ന് കിടക്കുന്ന നിങ്ങളുടെ ഉള്ള ശക്തി കൂടി പോകും. പിന്നെ ജീവനുള്ള വെറും പച്ചക്കറിക്ക് തുല്യാകും നിങ്ങൾ. പരിഹാസ ചിരിയോടെ പൂച്ചത്തിൽ സൂസി എബ്രഹാമിനോട് പറഞ്ഞു. നട്ടിൽ തളർന്നു പോയ ആ മനുഷ്യനൊരു മകനുണ്ട്. വീറും ചൂരും ആരോഗ്യമുള്ള നട്ടിലുള്ള ആണരുത്തനായ മകൻ. അത് മറന്നോ സൂസി നിങ്ങൾ? അങ്ങോട്ട് പാഞ്ഞടുത്തുകൊണ്ട് അനു അവരോട് പറഞ്ഞു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഒരിക്കൽ ഈ മുറ്റത്ത് വന്നു നിന്ന് ഇതുപോലെ അട്ടഹസിച്ചപ്പോ അന്ന് നിങ്ങളെ തല്ലിയില്ലെന്നേ ഉള്ളൂ നിന്റെ ചേട്ടായി. അന്ന് ചേട്ടായി ബാക്കി വെച്ചത് ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വേണ്ടെങ്കിൽ ഇറങ്ങി പോ ഇവിടുന്ന്. തനിക്ക് നേരെ തൊടുത്ത അനുവിന്റെ ആക്രോശത്തിൽ സൂസി ഒന്ന് പതറിയെങ്കിലും പിന്മാറാൻ അവരൊരുക്കല്ലായിരുന്നു. നീ ഇങ്ങനെ കിടന്ന് അലറണ്ടടി. ഞാൻ ഇപ്പോഴും കുരിശുമറ്റത് എബ്രഹാമിന്റെ ഭാര്യയടി. എന്റെ ഇവിടുന്ന് അടിച്ചിറക്കാൻ നീ ആയിട്ടില്ല. അനുവിന് നേരെ വിരൽ ചൂണ്ടി അവർ പറഞ്ഞതും, നിങ്ങൾ കുരിശുമറ്റത് എബ്രഹാമിന്റെ ഭാര്യയാവും. പക്ഷേ ഈ വീടിന്റെ അവകാശി കുരിശുമറ്റത് ആൽഫ്രഡ് ഡേവിഡ് എന്ന എന്റെ കുഞ്ഞിന്റെ അപ്പന. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഞാൻ മതിയോ? പെട്ടെന്ന് നീയയുടെ ശബ്ദം അവിടെ ഉയർന്നു. അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടിയ സൂസി നോക്കിയതും കാണുന്നത് അനുവിന് പിറകിലായി ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നീയാണ്. എന്താ കുഞ്ഞോ? ആൽഫിയുടെ കുഞ്ഞോ? എന്താ നീ പറഞ്ഞേ? ഇപ്പോൾ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ സൂസി പതർച്ചയോടെ നീക്ക് നേരെ ചോദിച്ചു. നിങ്ങൾക്കെന്താ ചെവി കേട്ടൂടെ? ആൽഫിയുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാ ഞാൻ. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ വീടായത്. അതായത് എന്റെ മോൾക്ക് അവകാശപ്പെട്ട വീട്. അവിടെ നിങ്ങളെ ഇറക്കി വിടാൻ ആൽഫിയുടെ കുഞ്ഞിന്റെ അമ്മ എന്ന ലേബൽ തന്നെ മതി എനിക്ക്. ഇരു കൈകളും മാറോട് പിണച്ചു കെട്ടി സൂസിയെ നോക്കി പുച്ഛത്തോടെ നീയ പറഞ്ഞു. അത് കേൾക്കെ അനുവിന്റെയും എബ്രഹാമിന്റെയും ചുണ്ടുകളിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. സൂസി അവിടെ മാറി നിൽക്കുന്ന ജെസ്സിയെ ഒന്ന് നോക്കി. അവരുടെ നോട്ടം കണ്ട് ജെസ്സിയുടെ തല കുനിഞ്ഞു. ജെസ്സി പറഞ്ഞു, നീയെ തിരികെ വന്നിട്ടുണ്ടെന്നല്ലാതെ കുഞ്ഞിന്റെ കാര്യമൊന്നും ജെസ്സി സൂസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. നീയെ ആൽഫിയുടെ മനസ്സിൽ നിന്നും എങ്ങനെയും കളഞ്ഞു. അവിടെ ആൽമേരിയെ പോയതിനെ പറ്റി ഓർത്തിരുന്നപ്പോൾ അതിന് ഇത്രയും വലിയൊരു തടസ്സം ഇല്ല. ആൽഫിയുടെ കുഞ്ഞ് അതോർത്തതും സൂസിയുടെ തല വെട്ടിപ്പിളിരും പോലെ തോന്നി. ഹലോ മേഡം. തലകുനിച്ച് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നവൾക്ക് മുന്നിൽ വിരലഞ്ഞൊടിച്ചു അനുകൂലിച്ചു. ഇവിടെ നിന്ന് ആലോചിച്ച് കൂട്ടുന്നത് നിർത്തി നിങ്ങൾക്ക് ഇറങ്ങായിപ്പോ. ഇല്ലെങ്കിൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. നിങ്ങളുടെ ബാക്കിയെ ഞാൻ അറിയാലോ. പല്ല് ഞെരിച്ചുകൊണ്ട് അനു പറഞ്ഞതും സൂസി ഉമനീരിറക്കി. അവിടെ എബ്രഹാമിനെയും നീയെയും പകയോടൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് വെളിയിലേക്ക് നടന്നു. കാറിന്റെ ബാക്ക് ഡോർ അരിശത്തിൽ വലിച്ചു തുറന്നിട്ട് അകത്തേക്ക് കയറിയിരുന്നപ്പോഴാണ് ഗാർഡനിൽ വിനുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ അവർ കണ്ട്. നീലമിഴികളും ചെമ്പൻ മുടികളും ഒക്കെയുള്ള ആ കുഞ്ഞിനെ കണ്ടതും ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി അവൾ ആൽഫിയുടെ മകളാണെന്ന്. ഡ്രൈവർ, വണ്ടി എടുക്ക്. കലിയോടെ സൂസി ഡ്രൈവറോട് ആജ്ഞാപിച്ചതും അയാൾ കാറ് മുന്നോട്ടെടുത്തു. കണ്ണിൽ നിന്നും മറയുന്നത് വരെ സൂസി കുഞ്ഞിനെ കലിയോടെ നോക്കി. വൈകിട്ട് ആൽഫി പപ്പയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ജനലക്ക് മുന്നിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന എബ്രഹാമിനെയാണ്. കുഞ്ഞിപ്പെണ്ണ അയാളുടെ കയ്യിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പാപ്പേ. ആൽഫി പതിയെ ചെന്ന് അയാളുടെ തോളിൽ കൈവച്ച് പിടിച്ചു. ആ നീ വന്നോ? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാണ്. നിറഞ്ഞ തന്റെ കണ്ണുകൾ ആൽഫിയിൽ നിന്നും മറച്ചു പിടിച്ച് തൂത്തുകൊണ്ട് എബ്രഹാം പറഞ്ഞു. എനിക്ക് പപ്പയോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കണം.
ആൽഫി അയാൾക്ക് അരികിൽ ബെഡിലായിരുന്നു പറഞ്ഞതും എബ്രഹാം അവന്റെ മുഖത്തേക്ക് നോക്കി. അവരിന്നിവിടെ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല പപ്പ. നേരത്തെ പോലെയല്ല, ഇവയും കുഞ്ഞ് ഈ വീട്ടിലുള്ളതാ. അവിടെ ചെയ്ത ദൃഷ്ടി പോലും എൻ്റെ കുഞ്ഞിനെ ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരിശത്തോട് അവൻ പറയുമ്പോൾ സൂസിയോടുള്ള എല്ലാ ദേഷ്യവും അവൻ്റെ വാക്കുകളിൽ തിരിഞ്ഞു നിന്നിരുന്നു. എനിക്ക് മനസ്സിലാവും മോനെ നീ പറയുന്നത്. പക്ഷേ ഈ പാതി തളർന്ന നിന്റെ അപ്പനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. എൻ്റെ കൊച്ചുമോളെ ഒന്ന് എടുത്ത് കളിപ്പിക്കണമെന്നും അവളെ കൂടെ കെടുത്തി ഒന്ന് ഉറങ്ങണതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പോലും എനിക്ക് കഴിയുന്നില്ല. പിന്നെ അവൾക്കെതിരെ ഞാൻ എന്ത് ചെയ്യാനാടാ? നെഞ്ചിൽ പറ്റി കിടക്കുന്ന കുഞ്ഞിനെ വേദനയോട് നോക്കി നിർവികാരനായി പറഞ്ഞു എബ്രഹാം. പാപ്പക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുക. അതിന് പാപ്പയുടെ സമ്മതം വേണം എനിക്ക്. അയാളുടെ കൈകളെ കവർന്ന് പിടിച്ച് ആൽഫി ചോദിച്ചു. എൻ്റെ ഇവയെയും കുഞ്ഞിനെയും പൊന്നുപോലെ സ്വന്തം പോലെ നോക്കിയ ഒരാളുണ്ട്. ഇവയുടെ ആൻറ്റി ചെന്നൈയിലായിരുന്നപ്പോൾ എനിക്കും അവൾക്കും അമ്മക്ക് തുല്യമായൊരമ്മ. ആ അമ്മയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക. ഈ വീട്ടിൽ തന്നെ നമുക്ക് ശത്രുക്കളുള്ളപ്പോൾ അവരുടെ ഒരു കണ്ണ് വേണ്ടേ? അതിനായി ആ അമ്മ വരെ ഇവിടെ ഞാൻ കൊണ്ടുവരട്ടെ. അതിന് നീ എന്നോട് സമ്മതം ചോദിക്കണോ മോനെ? നീ വിളിച്ചോണ്ട് വാടാ അവരെ. നമ്മുടെ നീയമോളെയും കുഞ്ഞിനെയും ഇതുവരെ നോക്കി അവരോട് ഞാനും കടപ്പെട്ടിട്ടുണ്ട്. അവർ വരട്ടെ, എനിക്ക് പൂർണ്ണ സമ്മത. പുഞ്ചിരിയോടെ എബ്രഹാം പറഞ്ഞത് ആൽഫിയുടെ മുഖവും വിടർന്നു. വിചാരിച്ചത് നടന്ന പോലെ ഗൂഢമായൊരു ചിരി അവനിൽ വിടർന്നു.